ആ വാ വാ ആ വാ 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 എവിടെ അന്നെ തെരഞ്ഞോണ്ടെന്ന് എന്നെ തെരഞ്ഞിന്ന് പറഞ്ഞു. സന്തോഷത്തിനും അന്നെ തെരഞ്ഞോണ്ട് നടക്കണ്ടായിരുന്നല്ലോ സംഭവം. എന്താ പാലട്ടാ അവനെ സന്തോഷം എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തോ വണ്ടിയിൽ എന്തോ ഇടപാട്, വണ്ടി കൊടുത്തുന്നോ പേർക്ക് മാറ്റിയില്ലാന്നോ ഫുള്ള് പൈസയ്ക്ക് വാങ്ങി മാറ്റിയില്ല എന്തൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ശരിയായി കൊടുക്കും. എന്തായാലും ഇതൊരു വണ്ടിയുടെ ഇടപാട് എന്തെങ്കിലും നടന്നോ? ഒരു വണ്ടി വാങ്ങി കൊടുത്തു ഒരു 4-5 മാസം മുമ്പ്. അതിന് പൈസയും വാങ്ങി പേർക്കാക്കാനും കൊടുത്തു. അങ്ങനെയൊക്കെ ഓനൊന്ന് വിളിക്കളി, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. എന്താന്ന് അറിയാലോ, തീർത്തുകൂടാ, ശരിയാക്കി ഇപ്പൊ തന്നെ വിളിച്ചു. ആ സന്തോഷല്ലേ ഫൈസലിനെ തെരഞ്ഞെടുത്തിന്? ഫൈസൽ ഇവിടെ മില്ലിലെത്തിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. എന്നാ എൻ്റെ ആ ഏടാകൂടെ കേസ് ഒഴിവാക്കാലോ ഒന്നുകൊണ്ട് വരികയാണെങ്കിൽ. വരുവാ, തിരക്കുണ്ടാ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ആ വാ വാ. അന്വേഷ ഞാൻ പറയാം, വണ്ടിയുടെ കേസ്. ഇതൊരു വണ്ടി കച്ചവടം ചെയ്തു അത് 2-3 എത്ര പ്രാവശ്യം വരുന്നതെന്ന് അറിയോ? ഒന്ന് ക്ലിയർ ആക്കി വിടണ്ടായത് കേസ്. പിന്നെ പാലട്ടാ ഒരു ആശുപത്രി വരെ ഒന്ന് പോയിട്ട് കേട്ടോ. ആശുപത്രി അല്ല, ടൗണിൽ നമ്മളൊരാൾ നിൽക്കുന്നുണ്ട്. അവിടെ ഒരാളുണ്ട്, എനിക്കൊരു കടലാസ് കൊടുത്തിട്ട് വരട്ടെ. ആ തനിമ കടല്ലേ, അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാ തനിമയാണ് അതാ അവിടെ കൊടുത്തിട്ടേ കുറച്ച് പാലിന്റെ പൈസ കൊടുക്കാണ്ട് ഇത് കൊടുക്കേ. ഇത് കൊടുത്തിട്ട് ഒന്ന് പോയിട്ട് ഇപ്പൊ തന്നെ വാ. അവിടേക്ക് ഇത് നമ്മളൊന്ന് പറഞ്ഞ് ശരിയാക്കാം. ഇന്ന് നടന്നിരിക്കും. ഹെൽമെറ്റ് ഒന്നും വെക്കണ്ട, ടൗണിൽ എവിടെ അടുത്തല്ലേ. ഹെൽമെറ്റ് വെച്ചോട്ടെ, പോലീസ് ഓടിക്കും. A few moments later. എന്താ സന്തോഷം, മറ്റേ കൊടുത്തില്ലേ? ഒരു മെസ്സേജ് വന്നു നോക്ക്. ഇത് വാഹനം എന്നാണ്, അതായത് എന്റെ വണ്ടി പേര്. ഇതെന്താ സംഭവം എന്നറിയോ? ഇനിയിപ്പോ ടൗണിൽ പോയില്ലേ, അവിടെ പോലീസുകാർ ക്യാമറ അടിച്ച മൊബൈലില് 500 രൂപ കെട്ടിക്കോ. ഞാൻ ഹെൽമെറ്റ് വെച്ച് പോകുന്ന ഞാൻ വിളിച്ചു പറഞ്ഞു. അതല്ല പോലെ അവർക്ക് പേരിന്ന് മാറിയില്ല എന്നുള്ള സംശയം കൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെക്കണ്ട പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫൈനായിട്ട് വന്നു കൊടുത്താ ചെന്നാലും വാഹനം വന്നു സമാനായില്ലേ? വേറെ കാര്യം എന്താന്നറിയോ പാലട്ടാ, ഈ പറഞ്ഞു മനസ്സിലാകാത്തവർക്ക് ഇങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. 500 കളയേണ്ടിയിരുന്നില്ല. അല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പോയിട്ട് വരും പറഞ്ഞത്. അല്ല അപ്പൊ കുളിർമീൽ പോയിട്ട് ഇപ്പൊ അവിടെ പൈസ കൊടുക്കാനൊന്നും എനിക്കില്ല. ഹെൽമെറ്റ് വെക്കാൻ പോകാൻ പറഞ്ഞില്ല. ഹെൽമെറ്റ് വെക്കാൻ പോകാൻ പറഞ്ഞു. അപ്പോഴല്ലേ ഇത് അറിയുള്ളൂ, പേർക്ക് മാറിയല്ലേ എന്നുള്ള സംശയം തീർന്നു. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. നമ്മളെ ഭാഗത്ത് തെറ്റില്ല. ഇപ്പോഴത്തെ സർക്കാർ 8 മാസം കഴിഞ്ഞാലും അത് മാറി കിട്ടുന്നില്ല. നമ്മളെ നെഞ്ഞത്ത് കയറിയില്ല. നമ്മള് സാധാ ഒരു ബ്രോക്കറാണ്, ഫ്ലാറ്റ് ഓറ കച്ചവടക്കാരനാണ്. അപ്പൊ നമ്മളെ നെഞ്ഞത്ത് കയറാതിരിക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. ക്യാമറ മുമ്പിൽ പോയെന്ന് അറിയാം, മനസ്സിലായില്ല എനിക്ക്. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവരെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ അതേപോലെ സിമ്പിൾ ട്രിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഒരു സമാധാനമായി. ഒരു സമാധാനം, എനിക്കൊരു സമാധാനമായി, ഓർക്കൊരു സമാധാനം. 500 പോയപ്പോ എന്റെ മനസ്സൊക്കെ ഒരു കുളിർമയായി. ഞാൻ 500 വേറെന്തെല്ലാം കാര്യം ഉണ്ടായിരുന്നു, അതപ്പം മുടങ്ങിയത്. അല്ല അത് ഇപ്പൊ കെട്ടണോ? അത് നിനക്ക് എപ്പോ കെട്ടിലും വേണ്ട, എന്തായാലും എന്നെ കൂടെ കെട്ടിക്കോ. അത് പോയി. ഞാൻ എത്ര കരുതിയില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും 500 പോയാലും വണ്ടി പേരില്ലായെന്ന് മനസ്സിലായി. അത് നന്നായി, അതൊരു ഉറപ്പായി. അല്ലേ